സെബി ചെയർപേഴ്സൺ മാധവി പൂരിബിച്ചിനും ഭർത്താവിനും അദാനിയുടെ വിദേശത്തെ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് റിസർച്ചിന്റെ വെളിപ്പെടുത്തൽ രാജ്യത്താകെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. 1.5 വർഷമായിട്ടും അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സെബി അന്വേഷണം പൂർത്തിയാക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഇതോടെ ഉത്തരമായി. അദാനിയുടെ കമ്പനിയുമായി ചെയർപേഴ്സൺ മാധവിക്കും ഭർത്താവിനുമുള്ള ബന്ധം കാരണമാണ് അന്വേഷണം ഒച്ചിഴയും വേഗത്തിലായതിന് പിന്നിലെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടിൽ ഹിൻഡൻബർഗ് ആരോപിക്കുന്നത്. അദാനി ഗ്രൂപ്പിനെതിരെ കഴിഞ്ഞ വർഷം പുറത്തുവന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സെബിയാണ് അന്വേഷണം നടത്തുന്നത്. 1.5 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം പൂർത്തിയായില്ല എന്ന വിമർശനം നിലനിൽക്കെയാണ് ഹിൻഡൻബർഗിന്റെ പുതിയ ആരോപണം. ഓഹരി മൂല്യം പെരുപ്പിച്ചു കാട്ടാനായി അദാനി ഷെൽ കമ്പനികൾ രൂപീകരിച്ചിരുന്നു. ഈ ഷെൽ കമ്പനികളിലാണ് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും നിക്ഷേപമുണ്ടെന്ന് ഹിൻഡൻബർഗ് ആരോപിക്കുന്നത്. എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമെന്നാണ് സെബി പറയുന്നത്. അദാനിക്കെതിരായ അന്വേഷണങ്ങൾ വൈകിയിട്ടില്ലെന്നും 24 അന്വേഷണങ്ങളിൽ 23 പൂർത്തിയായെന്നും അവസാന അന്വേഷണം ഉടൻ പൂർത്തിയാകുമെന്നും വാർത്താക്കുറിപ്പിലൂടെ സെബി വ്യക്തമാക്കി. എന്നാൽ സംഗതി അങ്ങനെ അങ്ങ് വിടാൻ പ്രതിപക്ഷം തയ്യാറല്ല. ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് സെബി ചെയർപേഴ്സൺ മാധവി പൂരിബുച്ച് രാജിവെക്കാത്തതെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ഓഹരി വിപണിയിലെ പരമോന്നത നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ മേധാവി തന്നെ അദാനിയുടെ നിഴൽ കമ്പനികളിൽ നിക്ഷേപം നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ആരോപണങ്ങളിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്നു. കോൺഗ്രസ്, CPI, CPM, RJD, AAP, SP, ശിവസേന, ഉദ്ധവ് വിഭാഗം തുടങ്ങി പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സെബിയുടെ വിശ്വാസ്യത തകർന്നു. നടന്നത് മെഗാ അഴിമതിയാണ്. മോദി മറുപടി പറയണം. JPC രൂപീകരിച്ച് അന്വേഷണം നടത്തണം. സെബി മേധാവി സ്ഥാനത്ത് നിന്ന് മാധവി ബുച്ചിനെ നീക്കണം. വിനോദ് അദാനി നിയന്ത്രിക്കുന്ന IPE+1 ഫണ്ടിൽ നിക്ഷേപം നടത്തിയോ എന്നവർ വ്യക്തമാക്കണം. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണം. ഇതൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ. നിക്ഷേപകരുടെ പണം നഷ്ടമായാൽ ആര് ഉത്തരവാദിത്വം ഏൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീഡിയോ സന്ദേശത്തിൽ ചോദിച്ചു. പ്രധാനമന്ത്രി പാർലമെന്ററി സമിതി അന്വേഷണത്തെ ഭയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ കടലാസ് കമ്പനികളിലാണ് മാധവിയും ഭർത്താവും നിക്ഷേപം നടത്തിയതെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയും രംഗത്തെത്തി. എന്തുകൊണ്ട് ഇക്കാര്യം അന്വേഷണ സമയത്ത് മറച്ചുവെച്ചുവെന്നും മഹുവ ചോദിച്ചു. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, ഓഹരി വിപണിയിലും ഹിൻഡൻബർഗ് റിപ്പോർട്ട് കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടിന് പിന്നാലെ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ വിലയിൽ ഇടിവുണ്ടായി. അദാനി ഗ്രൂപ്പിന് കീഴിലെ എല്ലാ കമ്പനികളുടെയും ഓഹരികളും രാവിലെ നഷ്ടത്തോടെയാണ് തുടങ്ങിയത്. വിപണി ആരംഭിച്ച് 30 മിനിറ്റിനകം തന്നെ അദാനി ടോട്ടൽ ഗ്രോസ് 4.77%, അദാനി ഗ്രീൻ എനർജി 2.62%, അദാനി എനർജി 2.5%, അദാനി എന്റർപ്രൈസസ് 2.44%, അദാനി പവർ 3.39%, അദാനി വിൽമർ 3.25% എന്നിങ്ങനെ ഇടിഞ്ഞു. അദാനി പോർട്സ് 1.55% ഇടിഞ്ഞു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ പുറത്തുവിട്ട റിപ്പോർട്ട് ഓഹരി വിപണിയിൽ കൂപ്പുകുത്തലിന് കാരണമായിരുന്നു. അദാനി കമ്പനികളിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നായിരുന്നു ആരോപണം. വിദേശ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം കമ്പനി ഓഹരികളിലേക്ക് നിക്ഷേപം ഒഴുക്കി ഓഹരി വില പെരുപ്പിച്ചുവെന്നും ഈ ഓഹരികൾ ഈട് നൽകി വായ്പകൾ ലഭ്യമാക്കിയെന്നുമായിരുന്നു അദാനിക്കെതിരായ പ്രധാന ആരോപണം. അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം 12.5 ലക്ഷം കോടി രൂപയുടെ ഇടിവിന് ഇത് കാരണമായി. വിപണി ഗവേഷണം നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് വിപണിയിൽ ഇടിവിന് വഴിയൊരുക്കുകയും ഇതിനു മുമ്പ് ഷോർട്ട് സെല്ലിന് നടത്തിയ ലാഭമുണ്ടാക്കുകയുമാണ് ഹിൻഡൻബർഗിന്റെ രീതി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ പാടെ നിഷേധിച്ചിരിക്കുകയാണ് സെബി മേധാവി മാധവി പൂരിബുച്ചും ഭർത്താവ് ധവൽ ബുച്ചും. സെബിയുടെ വിശ്വാസ്യത തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതും അടിസ്ഥാനരഹിതവുമാണ് ആരോപണങ്ങൾ. നിക്ഷേപങ്ങളുടെ എല്ലാ രേഖകളും സെബിക്ക് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൈമാറാനും മടിയില്ല. സെബി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഹിൻഡൻബർഗ് മറുപടി വ്യക്തിഹത്യ നടത്തുന്നത് നിർഭാഗ്യകരമാണെന്നും മാധവി പറയുന്നു. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള IIFL വെൽത്ത് മാനേജ്മെന്റിൽ തങ്ങൾ നിക്ഷേപം നടത്തിയിരുന്നു. സെബിയിൽ മുഴുവൻ സമയ അംഗമാകുന്നതിന് 2 വർഷം മുമ്പാണിതെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. അദാനി ഗ്രൂപ്പും ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ചു. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തി സുപ്രീം കോടതി നേരത്തെ തള്ളിയതാണെന്നും അദാനി കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു. റിപ്പോർട്ടിൽ ആരോപിക്കപ്പെടുന്ന വ്യക്തികളുമായി അദാനി ഗ്രൂപ്പിന് വാണിജ്യ ബന്ധങ്ങൾ ഇല്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന മാധവി ബുച്ചിന്റെ അവകാശവാദങ്ങൾ തള്ളിയ ഹിൻഡൻബർഗ് പുതിയ രേഖകൾ പുറത്തുവിട്ട് ആരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയുടെ മൂത്ത സഹോദരനും ശതകോടീശ്വരനുമായ വിനോദ് അദാനിക്ക് ബന്ധമുള്ള
ബർമുഡയിലെയും മൗറീഷ്യസിലെയും നിഗൂഢ കമ്പനികളിൽ ഇരുവർക്കും നിക്ഷേപമുണ്ടെന്നാണ് ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട്. ഇന്ത്യയിലും പുറത്തുമുള്ള മാധവിയുടെ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടുന്നുവെന്നും വെല്ലുവിളിച്ചിട്ടുണ്ട്. സെബി അംഗമായപ്പോൾ മാധവി ബുച്ച് ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയത് സിംഗപ്പൂർ കമ്പനിയുടെ ഓഹരി മാത്രമാണെന്നും ഇന്ത്യൻ കമ്പനിയുടെ ഓഹരികൾ അവർ നിലനിർത്തിയെന്നും ഹിൻഡൻബർഗ് വ്യക്തമാക്കി. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണ പരിധിയിൽ ഇന്ത്യയിൽ തന്നെ ഒട്ടേറെ നിക്ഷേപ അവസരങ്ങളുള്ളപ്പോൾ നാമമാത്രമായ ആസ്തികളുള്ള ഇത്തരം വിദേശ ഫണ്ടുകളിലാണ് സെബി മേധാവിയും ഭർത്താവും നിക്ഷേപം നടത്തിയത്. അതെന്തിനാണെന്നും ഹിൻഡൻബർഗ് ചോദിക്കുന്നു. ഇതോടെ മാധവി ബുച്ചിന്റെ ന്യായീകരണങ്ങൾ വെള്ളത്തിലെ രേഖ പോലെയായി. തനിക്ക് നേരത്തെ പല കമ്പനിയുമായും ബന്ധമുണ്ടായിരുന്നുവെന്നും ഇവയിൽ ചിലതിന് ഉപദേശം നൽകിയെന്നും ഭർത്താവും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണെന്നും എന്നാൽ പിന്നീട് സ്വന്തമായി കമ്പനി രൂപീകരിക്കുകയും ചെയ്തുവെന്നും മാധവി ബുച്ച് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. 2017 സെബിയിൽ അംഗമായതോടെ ഈ കമ്പനികളുടെ ഓഹരികൾ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ സിംഗപ്പൂരിലും ഇന്ത്യയിലും മാധവിയും ഭർത്താവും ഷെൽ കമ്പനികൾ രൂപീകരിച്ചിരുന്നെന്നും അതിൽ സിംഗപ്പൂർ കമ്പനിയുടെ ഓഹരികൾ മാത്രമാണ് ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയതെന്നും ഇന്ത്യയിലെ കമ്പനിയിലെ 99% ഓഹരിയും അതിന്റെ ലാഭവും മാധവിയുടെ പേരിലാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് രേഖകൾ ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ബാല്യകാല സുഹൃത്തു കൂടിയായ അനിൽ അഹൂജ ഇതിനകം തന്നെ പലപ്പോഴും അദാനിയുടെ സ്ഥാപനങ്ങളിൽ മാനേജറായി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അതിനാൽ തന്നെ മാധവി ബുച്ചിനും ഭർത്താവ് ധവാൽ ബുച്ചിനും അദാനിയുടെ വിവിധ കമ്പനികളുടെയും അവരുടെ മേധാവികളുമായി നിരന്തരം ബന്ധമുണ്ടായിരുന്നുവെന്നും ഹിൻഡൻബർഗ് പറയുന്നു. ഓഹരികൾ മാറ്റിയെന്ന് പറയുമ്പോഴും അതിൽ നിന്നൊരു വരുമാനം മാധവി ബുച്ചിന്റെ കുടുംബത്തിലേക്ക് തന്നെ എത്തുന്നു എന്നതിനുള്ള രേഖകളാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. അദാനിയുമായി ബന്ധമില്ലെന്നും നിരപരാധിയാണെന്നും തങ്ങൾക്കെതിരെ ഹിൻഡൻബർഗ് പക വീട്ടുകയാണെന്നും ഇതിനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും പറഞ്ഞാണ് സെബി മുന്നോട്ട് പോയത്. എന്നാൽ ചെയർപേഴ്സൺ മാധവി ബുച്ചിനെ വീണ്ടും വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷം ഇത് ആയുധമാക്കി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പ്രഹരശക്തിയിൽ അദാനിക്കും മാധവിക്കും മാത്രമല്ല മോദി സർക്കാരിനും ഇളക്കം തട്ടുമെന്നാണ് വിലയിരുത്തൽ.